ഞങ്ങൾ ഒരിക്കലും കുടിയാന്മാരല്ല, നൂറ്റാണ്ടുകളായി താമസിക്കുന്ന തദ്ദേശീയരായ വ്യക്തികളാണ്. അപ്പോൾ ഉടമസ്ഥർ ഞങ്ങൾ തന്നെയായിരുന്നു, ഞങ്ങളല്ല എൻക്രോച്ചേഴ്സ്. കൊച്ചിയിലെ തീരപ്രദേശമായ മുനമ്പം ചെറായി മേഖലകളിൽ 600-ലധികം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം. 120-ലധികം വർഷം പഴക്കമുള്ള ഭൂമി കൈമാറ്റങ്ങളും തർക്കങ്ങളും. ഭൂപ്രശ്നത്തിൽ വഖഫ് ബോർഡ് സമവായത്തിന് തയ്യാറല്ലേ? മുനമ്പത്തെ ജനങ്ങൾ തെരുവിലാക്കപ്പെടുമോ? ഇങ്ങനെ ചോദ്യങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിന് വഴി തേടുകയാണ് സർക്കാരും അധികൃതരും. എന്താണ് യഥാർത്ഥത്തിൽ മുനമ്പം ഭൂപ്രശ്നം? ആരാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ? വഖഫ് ബോർഡോ മുനമ്പത്തെ ജനങ്ങളോ? മുനമ്പം തീരദേശത്തെ കുടുംബങ്ങൾ ഇക്കഴിഞ്ഞ ഒക്ടോബർ 13-ന് സമരത്തിനിറങ്ങിയതോടെയാണ് മുനമ്പം ഭൂപ്രശ്നം വീണ്ടും മാധ്യമ ശ്രദ്ധയിലേക്ക് വരുന്നത്. വിഷയത്തിൽ നിരവധി കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് സമരം ആരംഭിച്ചത്. മുനമ്പം കടപ്പുറത്ത് വേളാങ്കണ്ണി പള്ളിക്ക് മുന്നിൽ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. വരാപ്പുഴ അതിരൂപതയുടെ അടക്കം ക്രിസ്തീയ സഭകളുടെയും പിന്തുണ സമരത്തിനുണ്ട്. മുനമ്പത്തെ 404 ഏക്കറിലധികം വരുന്ന പ്രസ്തുത ഭൂമി 1950-ലെ തന്നെ വഖഫ് ഭൂമിയായി രേഖപ്പെടുത്തിയതാണെന്നും അത് വഖഫ് സ്വത്താണെന്നുമാണ് കേരള വഖഫ് ബോർഡിന്റെ വാദം. ബോർഡിന്റെ വാദം തള്ളിക്കൊണ്ട് ഇത് തങ്ങൾ പണം കൊടുത്തു വാങ്ങിയ തങ്ങളുടെ സ്വന്തം ഭൂമിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പ്രദേശവാസികളുടെ സമരം മാധ്യമ ശ്രദ്ധ നേടിയതോടെ പല മുന്നണികളിൽ നിന്നായി രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളും വന്നു തുടങ്ങി. വഖഫ് ബോർഡ് തങ്ങളെ ഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് ഒക്ടോബർ അവസാന വാരം മുനമ്പം നിവാസികൾ ഹൈക്കോടതിയിൽ ഹർജിയും ഫയൽ ചെയ്തു. എറണാകുളം ജില്ലയിലെ മുനമ്പം തീരദേശ മേഖലയിൽ 610 കുടുംബങ്ങളെ ബാധിക്കുന്നതാണ് നിലവിലെ ഈ ഭൂപ്രശ്നം. ഇതിൽ ഭൂരിഭാഗവും ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. മുനമ്പത്ത് സമരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പതിറ്റാണ്ടുകൾ പിറകോട്ടു പോകുന്ന ഈ ഭൂമിയുടെ തർക്കചരിത്രം ഒന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഗുജറാത്തിലെ കച്ചിൽ നിന്നുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയായ കച്ചി മേമൻസ് വ്യവസായ ആവശ്യങ്ങൾക്കായി കേരളത്തിന്റെ തീരദേശ മേഖലയിലേക്ക് കുടിയേറി. ഇവരുടെ കച്ചവടങ്ങൾക്ക് അന്നത്തെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. 1902-ൽ മുനമ്പം പ്രോപ്പർട്ടി എന്നറിയപ്പെട്ടിരുന്ന 404 ഏക്കർ സ്ഥലം അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി കച്ചി മേമൻ വിഭാഗക്കാരനായ അബ്ദുൾ സത്താർ മൂസ ഹാജി സേട്ടിന് പാട്ടത്തിന് നൽകി. മുനമ്പത്ത് വർഷങ്ങളായി പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ താമസിച്ചു വന്ന ഭൂമി ഒഴിവാക്കിയായിരുന്നു പാട്ടക്കരാർ. പിന്നീട് 1948-ൽ സത്താർ സേട്ടിന്റെ മരുമകനായ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് ഈ ഭൂമി തന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു. തിരുവിതാംകൂർ മഹാരാജാവ് സിദ്ദീഖ് സേട്ടിന്റെ പേരിൽ ഭൂമി തീരാധാരം ചെയ്ത് നൽകുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ താമസിച്ച ഭൂമി അടക്കം ചേർത്തായിരുന്നു ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടന്ന ഈ രജിസ്ട്രേഷൻ. പക്ഷേ യഥാർത്ഥ പ്രശ്നങ്ങളുടെ തുടക്കം 1950-കളിലാണ്. 1950 നവംബർ 1-ന് മുഹമ്മദ് സിദ്ദീഖ് സേട്ട് ഈ ഭൂമി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായി കോഴിക്കോട് ഫാറൂഖ് കോളേജിന് കൈമാറി. കോളേജ് ഈ ഭൂമി ഉപയോഗിക്കാതെയാകുന്ന പക്ഷം ഇത് മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന്റെ പിൻതലമുറക്കാർക്ക് തന്നെ തിരികെ നൽകണം എന്ന വ്യവസ്ഥയോടെയായിരുന്നു ഭൂമി കൈമാറ്റം. കൈമാറ്റ രേഖയിൽ അന്ന് വഖഫ് എന്ന് എഴുതി വെച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇസ്ലാമിക നിയമപ്രകാരം മതപരമായതോ മറ്റ് പുണ്യപ്രവർത്തികൾക്കോ ചാരിറ്റി ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് വഖഫ് സ്വത്ത്. സമാനമാണ് വഖഫ് ഭൂമിയും. അങ്ങനെ 1962-ലാണ് ഭൂമിയിന്മേലുള്ള നിയമയുദ്ധങ്ങളുടെ തുടക്കം. ഭൂമിക്ക് മേലുള്ള ഫാറൂഖ് കോളേജിന്റെ അവകാശത്തെ ചോദ്യം ചെയ്ത് മുനമ്പത്തെ ജനങ്ങൾ പറവൂർ സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. എന്നാൽ 1975-ൽ ഹൈക്കോടതി ഫാറൂഖ് കോളേജിന് അനുകൂലമായി ഉത്തരവിറക്കി. ഒടുവിൽ 1990-കളുടെ തുടക്കത്തിൽ EK നായനാർ സർക്കാരിന്റെ കാലത്ത് വിഷയം ഒത്തുതീർപ്പിലെത്തി. മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി വില കൊടുത്തു വാങ്ങാൻ അനുവാദം നൽകിയാണ് വിഷയം ഒത്തുതീർത്തതെന്നും ഇതിലൂടെ അന്ന് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് ഏകദേശം 33 ലക്ഷം രൂപ ലഭിച്ചെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. മുനമ്പത്തെ ജനങ്ങൾ ഭൂമി പണം കൊടുത്തു വാങ്ങിയ ഈ ഘട്ടത്തിലാണ് കേരള വഖഫ് ബോർഡ് വിഷയത്തിൽ ഇടപെടുന്നത്. വഖഫ് ഭൂമി കയ്യേറ്റം ചെയ്തെന്ന പരാതിയുമായി വഖഫ് ബോർഡ് മുൻ മെമ്പറും കേരള വഖഫ് സംരക്ഷണ വേദി സെക്രട്ടറിയുമായിരുന്ന നാസിർ മണയിൽ രംഗത്തെത്തി. പ്രശ്നം വീണ്ടും രൂക്ഷമായതോടെ 2007-ൽ അന്നത്തെ VS അച്യുതാനന്ദൻ സർക്കാർ റിട്ടയർഡ് ജില്ലാ ജഡ്ജിയായിരുന്ന മൊയ്തു അഹമ്മദ് നിസാർ അധ്യക്ഷനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. മുനമ്പത്തെ 404 ഏക്കർ ഭൂമി വഖഫ് സ്വത്താണെന്ന് ഈ വഖഫ് എൻക്വയറി കമ്മീഷൻ 2009 ജൂൺ 26-ന് റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് 2010 മെയ്യിൽ VS സർക്കാർ ഉത്തരവിറക്കി. 2016 ഡിസംബറിൽ നിസാർ മണയിലിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവ് നടപ്പാക്കണമെന്നും തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. 2019-ൽ മുനമ്പം ഭൂമിയെ വഖഫ് ഭൂമിയാക്കി കേരള വഖഫ് ബോർഡ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു. മുനമ്പം ചെറായി പള്ളിക്കൽ തീരദേശങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു ഈ പ്രദേശം. പിന്നാലെ 2022-ൽ പ്രസ്തുത ഭൂമിയിൽ താമസിക്കുന്നവരിൽ നിന്ന് ഭൂനികുതി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് വിസമ്മതിച്ചു. ഇതോടെ ഭൂമിയുടെ ക്രയവിക്രയം മുടങ്ങി. എന്നാൽ ഇതേ വർഷം മുനമ്പത്തുകാർക്ക് നികുതി അടയ്ക്കാൻ അനുമതി നൽകിക്കൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കി. പക്ഷേ വിധിക്കെതിരെ കേരള വഖഫ് പ്രൊട്ടക്ഷൻ ഫോറം അപ്പീൽ നൽകി. ഇതോടെ ഡിവിഷൻ ബെഞ്ച് വിധി സ്റ്റേ ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് കോടതി വ്യവഹാരങ്ങളും നിയമയുദ്ധങ്ങളുമായി വിഷയം നീണ്ടുപോകുകയാണ്.
ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ പക്കൽ നിന്ന് തങ്ങൾ സ്ഥലം പണം കൊടുത്ത് വാങ്ങിയതാണെന്നും അതുകൊണ്ട് തന്നെ അത് വഖഫ് ഭൂമിയായി കണക്കാക്കാൻ പറ്റില്ലെന്നുമാണ് മുനമ്പം നിവാസികളുടെ ന്യായമായ വാദം. എന്നാൽ പ്രസ്തുത ഭൂമി വിൽക്കാനോ വിദ്യാഭ്യാസത്തിനല്ലാത്ത കാര്യങ്ങൾക്ക് ക്രയവിക്രയം ചെയ്യാനോ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് അധികാരമില്ലാത്തതിനാൽ ഈ വിൽപ്പനയുടെ സാധുതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇസ്ലാമിക നിയമപ്രകാരം വഖഫ് സ്വത്തായി രേഖപ്പെടുത്തിയ ഭൂമി വിൽക്കാൻ പാടില്ലാത്തതുമാണ്. പ്രശ്നം നിയമപരമായി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ പറഞ്ഞത്. പണം കൊടുത്ത് മുനമ്പത്തെ ജനങ്ങൾ വാങ്ങിയ ഭൂമി ഒരിക്കലും വഖഫ് ഭൂമിയാവില്ല, അത് അവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് കോൺഗ്രസിന്റെ നിലപാടായി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരിക്കലും മുനമ്പത്തുകാരെ ഒഴിപ്പിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും പ്രതികരിച്ചു. സമരസമിതിയുമായി നടത്തിയ ചർച്ചയിൽ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷയുണ്ടെന്ന് സമരസമിതി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ വയനാട് മാനന്തവാടി താലൂക്കിലെ തലപ്പുഴയിലുള്ള 5 കുടുംബങ്ങൾക്ക് ഒക്ടോബറിൽ കേരള വഖഫ് ബോർഡിന്റെ ഒരു നോട്ടീസ് ലഭിക്കുകയുണ്ടായി. വഖഫ് ഭൂമി കയ്യേറിയാണ് ഈ കുടുംബങ്ങൾ താമസിക്കുന്നതെന്നും അല്ലെന്ന് തെളിയിക്കാൻ ഇവർ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ സഹിതം നോട്ടീസിന് മറുപടി നൽകണമെന്നുമാണ് നിർദ്ദേശം. തലപ്പുഴ ഹയാത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളി കമ്മിറ്റി 2022 വഖഫ് ബോർഡിന് നൽകിയ പരാതിയിന്മേലാണ് ഈ നടപടി. പള്ളിയും ചുറ്റുമുള്ള സ്ഥലവുമടക്കം 5.7 ഏക്കർ ഭൂമി വഖഫ് സ്വത്താണെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള നോട്ടീസ് തലപ്പുഴ ടൗൺ പള്ളി ഇമാം ഉൾപ്പെടെ 5 പേർക്കാണ് ലഭിച്ചത്. വർഷങ്ങളായി തങ്ങൾ നികുതി അടച്ച് കൈവശം വയ്ക്കുന്ന ഭൂമിയാണിതെന്നും എല്ലാത്തിനും രേഖകളുണ്ടെന്നും കുടുംബങ്ങൾ പറയുന്നു. മുനമ്പം വിഷയത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ കുടുംബങ്ങളുടെ ആശങ്കയും സർക്കാർ പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും ഒക്ടോബറിൽ മുനമ്പത്തുകാർ സമർപ്പിച്ച ഹർജിക്ക് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉന്നതതല ചർച്ചയിലും സർവകക്ഷി യോഗത്തിലും എന്ത് തീരുമാനമെടുക്കും, ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നാണ് ഇനി നോക്കിക്കാണാനുള്ളത്.